നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇറക്കിയിട്ടുണ്ട്. CAT, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ശരിക്കും പറഞ്ഞാൽ ആ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഡോക്ടർ ബി അശോകിനെ ചീഫ് സെക്രട്ടറി ആക്കണം. ഞാൻ സത്യസന്ധമായി പറയണം. കാരണം ഈ അസോസിയേഷൻ്റെ, അതായത് IAS അസോസിയേഷൻ്റെ പ്രസിഡൻറ്റോ മറ്റോ ആണ് അദ്ദേഹം. പ്രസിഡൻറ്റോ സെക്രട്ടറി, പ്രസിഡൻ്റാണെന്ന് ഭാരവാഹിയാണ്. അവർ കൊടുത്തിരിക്കുന്നൊരു കേസിലാണ് ഇതിങ്ങനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി പറഞ്ഞിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് ജയത്തിലേക്ക് ചീഫ് സെക്രട്ടറിക്കും ഗവൺമെൻറ്റിനും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബി അശോകിനെ ചീഫ് സെക്രട്ടറി ആക്കണം. അദ്ദേഹം ചീഫ് സെക്രട്ടറി കേഡറിലേക്കുള്ള ബുദ്ധി ആയി കഴിഞ്ഞു. ഇത് വെച്ച് സീനിയാരിറ്റി വെച്ചൊന്നും ചീഫ് സെക്രട്ടറി സ്ഥാനം സീനിയാരിറ്റി വെച്ച് കൊടുക്കേണ്ടതല്ല. ബൗദ്ധികമായി ഏറ്റവും കഴിവുള്ള IAS കൊടുക്കണം. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർ ബി അശോക് എത്ര കേസാണ് ജയിച്ചത്. ഇപ്പോൾ ഈ കേസ് ജയിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ശക്തമായ ഇടപെടൽ സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. IAS ഓഫീസേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച 2014 കേഡർ നിയമനങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിബന്ധനയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഹർജിയിൽ ഡോക്ടർ ബി അശോകുമാറിനെ മാറ്റിയതുൾപ്പെടെയുള്ള 3 സ്ഥലംമാറ്റ ഉത്തരവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കുകയും ചെയ്തു. IAS ഉദ്യോഗസ്ഥ തസ്തികകളിൽ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് MR അജിത് കുമാർ IPSകാരനാണ്. അദ്ദേഹത്തിന് എങ്ങനെ എക്സൈസിൻ്റെ കമ്മീഷണറാക്കി? അത് IAS കേഡർ പോസ്റ്റാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു IPSകാരനിരുന്നു. പല IPSകാരും അവിടെ ഇരുന്നിട്ടുണ്ട്, എക്സൈസ് കമ്മീഷണറായിരുന്നിട്ട്. ഇനി IFSകാരാണ്, പല IASകാർ ഇരിക്കേണ്ട പോസ്റ്റിലും IFSകാരാണ് വന്നിരിക്കുന്നത്. അതെല്ലാം പ്രശ്നമാവുമല്ലോ. തസ്തിക അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രം നിയമിക്കാവുമെന്നും ട്രിബ്യൂണൽ പറഞ്ഞു. അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. കില ഇവിടെ തൃശ്ശൂർ, അതുപോലെ IMG തിരുവനന്തപുരം ഡയറക്ടർ, കിലയുടെ IMGയുടെയൊക്കെ ഡയറക്ടർ പോസ്റ്റും IAS കേഡർ തസ്തികകളാണെന്നും CAT ഉത്തരവിൽ വ്യക്തമാക്കി. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ജോയ് ഇളമനെ പോലെയുള്ള നോൺ IASകാരെ എങ്ങനെ PP ബാലൻ, ജോയ് ഇളമൻ തുടങ്ങിയിട്ട് മൈക്കൽ തരകൻ പോലുള്ള നോൺ IASകാർ പണ്ട് എങ്ങനെയാണ് കിലയിലിരുന്ന്, അതോ ഇപ്പം അത് IAS പോസ്റ്റാക്കി മാറ്റിയോ ഗവൺമെൻറ് എന്നുള്ളൊരു ചോദ്യം കിലയെ സംബന്ധിച്ചുകൊണ്ട്. പ്രധാന തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളിൽ സ്ഥലമാറ്റം രാഷ്ട്രീയ താൽപ്പര്യം കടന്നുകൂടുന്നത് തടയണം എന്നും അങ്ങനെ പറ്റില്ല എന്നുമാണ് CAT പറഞ്ഞിരിക്കുന്നത്. CAT മീൻസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. കേഡർ നിയമനങ്ങൾ ലംഘിച്ചുള്ള നിയമനങ്ങൾ സർക്കാരിൻ്റെ അധികാരപരിധിക്ക് പുറത്താണെന്നും അത് ഒരു കാരണവശാലും ചെയ്യരുതെന്നും വിധി നടപ്പിലാക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ പ്രധാന തസ്തികയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. വലിയ അഴിച്ചുപണി നടത്തിയേ കഴിയൂ. IAS ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമാക്കുന്ന വിധി ഭരണതലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അത് വളരെ രസകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻകാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് കൊടുത്ത കേസിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അജിത് കുമാർ IPSന് ഇനി എക്സൈസ് കമ്മീഷണറായിരിക്കാൻ പറ്റത്തില്ല. കിലയിൽ നോൺ IASകാരെ ഇനി അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ IASകാരുടെ പോസ്റ്റുകളിലേക്ക് നോൺ IASകാരെ ഇനി വയ്ക്കാനും പറ്റത്തില്ല. IPSകാരെ പോലും വയ്ക്കരുതെന്നാണ്, IFSകാരെ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള കൃത്യമായ ഒരു വിവരമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവ് വന്നത് സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ്. ഡോക്ടർ ബി അശോകിൻ്റെ സ്ഥലം മാറ്റവും റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ ബി അശോകിനെയാണ് ചീഫ് സെക്രട്ടറി ആക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ പിന്നെ പ്രശാന്തിനെ ആക്കാം. പ്രശാന്ത് പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ജൂനിയറാണ്, അദ്ദേഹത്തിന് കുറച്ചുകൂടെ അനുഭവ സമ്പത്ത് വരണം. അല്ലെങ്കിൽ പ്രശാന്തിനും കാര്യങ്ങളൊക്കെ അറിയാം. ശരിക്കും പറഞ്ഞാൽ ആക്കേണ്ടത് ഡോക്ടർ ബി അശോകിനെയാണ് ചീഫ് സെക്രട്ടറി ആക്കേണ്ടത്. വളരെ രസകരമാണ്. എന്തായാലും ഒരു കാരണവശാലും ഈ കേഡർ തസ്തിക മാറി, IAS കേഡർ തസ്തിക മാറി പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറയുന്നത്. ഇവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഇതുപോലെ പല വിധികളും ഇറക്കിയിട്ടുണ്ട്. ഡോക്ടർ ബി അശോകിൻ്റെ പല തസ്തികകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതൊക്കെ മാറ്റി, അദ്ദേഹത്തിന് പഞ്ചായത്ത് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡോക്ടർ ബി അശോകിനെ മാറ്റി, അതെല്ലാം ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. ഇതിനിടയിൽ ഡോക്ടർ അശോക് മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ അവിടെ ഒരു പ്രസിഡന്റ് ഇപ്പോൾ ആയിരിക്കുന്ന K ജയകുമാർ IMGയുടെയും കൂടി ഡയറക്ടറായിട്ടിരുന്നു. ഡയറക്ടർ ജനറൽ എന്നാണ് IMGയുടെ പോസ്റ്റ്. അത് റിട്ടയർ ആയിട്ടുള്ള ജയകുമാറിന് വേണ്ടി ഡയറക്ടർ എന്ന് താഴ്ത്തി, തസ്തിക താഴ്ത്തി ഡയറക്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. അത് നിയമവിരുദ്ധമാണ്. ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നു മറ്റ് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ്
പൊസിഷൻ ഉള്ളവർക്ക് അവിടെ പ്രസൻ്റ് ആവാൻ പറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് മേനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ പ്രസൻ്റ് ആയത് തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് കൊണ്ട് ഡോക്ടർ ബി അശോക് കൊടുത്തു. അത് മനസ്സിലാക്കിയ അതിൻ്റെ അപകടം മനസ്സിലാക്കിയ കെ ജയകുമാർ IMG സ്ഥാനം രാജിവെക്കുകയും അത് ടിങ്കു ബിസ്വാളിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അശോക് വളരെ കൃത്യമായി അല്ലെങ്കിൽ അശോകിനെ ആക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നേരത്തെ VS അച്യുതാനന്ദൻ ഇരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ഭരണപരിഷ്കാര ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ചെയർമാനായിട്ട് ഡോക്ടർ ബി അശോകനെ ഇരുത്തി കഴിഞ്ഞാൽ ക്രിസ്റ്റൻ ചില്ലനെ ഓരോ ഭരണവും എങ്ങനെ പരിഹരിച്ച് തരുമെന്ന് ഡോക്ടർ ബി അശോക് പറയും. അദ്ദേഹത്തിന് അറിയാം, ഇതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളാണ്, കാര്യങ്ങൾ പഠിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പോയ കേസെല്ലാം ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയും വിധി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ നേരത്തെ ഇരുന്ന ശാരദാ മുരളീധരൻ അവർ ഉണ്ടായിരുന്നു, കെ വേണു IAS ഉണ്ടായിരുന്നു, ഡോക്ടർ വേണു, കെ ആണോ ബി ആണോ, ഡോക്ടർ വേണു ഉണ്ടായിരുന്നു, IAS ഉണ്ടായിരുന്നു. അതേ ശാരദാ മുരളീധരൻ്റെ ഭർത്താവ്, പിന്നെ ഇപ്പോൾ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമില്ല, പിന്നെ വേണു IAS ഉണ്ടായിരുന്നു. വേണു IAS, ശാരദാ മുരളീധരൻ IAS ഇവരൊക്കെ ഇരുന്നപ്പോഴാണ് ഡോക്ടർ ബി അശോകിന് ഈ സ്ഥാനമാനങ്ങളും ചലനങ്ങളും അങ്ങോട്ടടിയും ഇങ്ങോട്ടടിയും വേണ്ട ബഹളമായത്. അതിനെല്ലാം ഊരിപ്പറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അശോകൻ. ഇപ്പോൾ എന്തായാലും വളരെ കൃത്യമായി ആ ചീഫ് സെക്രട്ടറിമാരായിരുന്നവർക്ക് വിവരമില്ലയോ അതോ പൊളിറ്റിക്കലായിട്ടുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും താളത്തിന് ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിയത് കൊണ്ടാണോ അങ്ങനത്തെ കേസുകളും ഇങ്ങനത്തെ അപ്പോയിൻമെൻറ്റുകളും വരുന്നതറിയില്ല. എന്തായാലും ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ആ തിരിച്ചടി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള IASകാരായിട്ടുള്ള IAS ഓഫീസേഴ്സ് അസോസിയേഷനാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഇത്തരത്തിൽ ഒരു ഉത്തരവ് നേടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോലെ ഡോക്ടർ ബി അശോക് പുലിയല്ല, പുപ്പുലിയാണ്, ചില്ലറക്കാരനല്ല. അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കേണ്ട സമയം കഴിഞ്ഞ് പറ്റിയില്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി സ്ഥാനമെങ്കിലും വെച്ച് അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നൊരു സ്ഥാനം വെച്ചിട്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ കുറച്ചുകൂടി തൊട്ട് താഴെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ മിഡിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും മിഡിലായിട്ടുള്ള ഒരു പൊസിഷൻ, തൊട്ട് താഴത്തെ ഒരു പൊസിഷൻ കൊടുത്ത് ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തണം. ഞാനത് കളിയാക്കി പറഞ്ഞതല്ല, കാരണം അദ്ദേഹത്തിന് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇതിനെ സംബന്ധിച്ച് നല്ല ജ്ഞാനവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വരേണ്ടത്. ഡോക്ടർ ബി അശോക് കൃത്യമായി ഭരണപരിഷ്കാരം അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് സംസ്ഥാന ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാൻ.